ഹലോ, അപ്പോൾ ഞങ്ങൾ മുത്തപ്പൻകാവിന്ന് നേരെ കൊട്ടിയൂരിലേക്ക് വന്നിട്ടോ. കൊട്ടിയൂർ എന്ന് പറയുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ട്. ഇവിടെ സ്വയംഭൂവായിട്ട് ശിവനും ശക്തി ചൈതന്യമായിട്ട് പാർവതി ദേവിയും കൂടെ കുടികൊള്ളുന്ന സ്ഥലമാണ് കേട്ടോ. അത്രയും പുണ്യസ്ഥലത്തേക്ക് എത്തിപ്പെടാറുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വഴിപാടുണ്ടായിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത്, എനിക്ക് അമ്പാടിക്കണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വിളക്ക് ഇവിടെ കൊടുന്ന് തന്നോളാം കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ സ്റ്റേറ്റ് മേടിച്ച് തന്നിട്ടുണ്ട്. ഞാനും അമ്പാടിയും കൂടെ പോവുകയാണേ. നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ഇറങ്ങുന്ന നേരത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഴയിൽ കൂടെ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താനേ, അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ തൊഴുന്നതിന് മുന്നേ എല്ലാവരും ഈ ഒരു പുഴയിൽ നിന്ന് കുളിച്ചിട്ട് ഈറനെടുത്തിട്ടായിട്ട് അമ്പലത്തിൽ പോയി തൊഴുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അമ്പാടിക്കാണ് റെഡി ആയിട്ടുണ്ട് കുളിക്കാനൊക്കെ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ. ഈ കല്ലിക്കൂടൊക്കെ ചവിട്ടി പോകുമ്പോൾ കാലിന് തെന്നി പോകുക കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അമ്പാടിനെ വേഗം സേറ്റെടുത്ത് കൊടുത്തിരുന്നേ. അങ്ങനെ ആദ്യം അമ്പാടിനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ട് അമ്പാടീനെ തല നനച്ചെടുത്തില്ല. ആൾക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളെ കുളിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.